തിരുഹൃദയത്തിൻ മുൻപിൽ. സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 25-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത് ഈശോയുടെ രണ്ടാമത്തെ ആവരണമായ മുൾമുടിയാണ്. ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന മുൾമുടി തൻ്റെ പീഡകളെയും വ്യാകുല ആധിക്യത്തെയും സൂചിപ്പിക്കുന്നു. ഈ മുൾമുടി തൻ്റെ പീഡാനുഭവത്തിൻ്റെ കാലങ്ങളിലും തൻ്റെ ശിരസിൽ യഹൂദജനം മുൾമുടി ധരിച്ചപ്പോഴും തന്നെ രാജാവെന്ന് വിളിച്ച് അഭിമാനിച്ച സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരുന്നത്. പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും ഇപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുള്ളുകൾ സദാ ഈശോയെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മിശിഹായുടെ ദിവ്യഹൃദ പീഡയെ, അറുതിയില്ലാത്ത സ്നേഹമേ, കർത്താവെ, അങ്ങയെ മനുഷ്യർ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കണം. കർത്താവെ, അത്ഭുതം, അങ്ങ് മാത്രം സർവ്വ ലോകത്തിൻ്റെയും ഏക രാജാവായിരിക്കുന്നുവെന്ന് ഞാൻ അനുസരിച്ച് വിശ്വസിക്കുന്നു. ഈശോയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആത്മാവെ, സർവ്വ ലോകത്തെ സൃഷ്ടിച്ച ഈശോയെ, തൻ്റെ മുറിവിനെ മറച്ച് നമ്മുടെ സ്നേഹത്തെ പ്രതി വ്യാകുലതകളാലും അപമാനങ്ങളാലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക. അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുൾമുടി നമ്മുടെ എല്ലാ പാപങ്ങളാലും മനസാക്ഷി വിരോധമായി ചെയ്ത പ്രവൃത്തികളാലും ദുഷ്ടവിചാരങ്ങൾ, ആലോചന ആദികളാലും ഉണ്ടാക്കപ്പെട്ട നമ്മുടെ കരങ്ങളാൽ തന്നെ അവയെ ധരിപ്പിച്ചുവെന്ന് സംശയലേശം കൂടാതെ നമ്മുടെ ബോധത്തിൽ ഉൾക്കൊള്ളാം. നമ്മുടെ മേലുള്ള എല്ലാ സ്നേഹ ആധിക്യത്തിലും എരിയുന്നവനും നമുക്ക് വേണ്ടി ഇത്രയധികമായി പീഡകൾ സഹിക്കുന്നവനുമായ നമ്മുടെ രക്ഷകനായ ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ അശുദ്ധ പ്രവൃത്തികളും എല്ലാ തിന്മകളും മാറ്റിവെച്ച് ഈ നോയമ്പ് സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമീൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.